സൃഷ്ടികൾ നിർബന്ധമാക്കപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ സുന്നത്തായ പല ധർമ്മങ്ങൾക്കും പ്രതീക്ഷിക്കുന്ന രാവുകൾ മാത്രമല്ല, റഹ്മത്തിന്റെ 10 മഗ്ഫിറത്തിന്റെ 10 നരകമോചനത്തിന്റെ 10 ഇങ്ങനെ 3ആയി തരംഗാനും അള്ളാഹു നമുക്കൊക്കെ ആ രീതിയിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളാകുന്ന നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിലേക്കുള്ള 5 വക്ത് നിസ്കാരങ്ങളും അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാകുന്ന ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളാകുന്ന നാം 5 വക്ത് നിസ്കാരങ്ങളും നോമ്പനുഷ്ഠിക്കലും സകാത്ത് നൽകലും എന്നിങ്ങനെ തുടങ്ങി ഇസ്ലാമിക ഈമാനിക ചൈതന്യത്തോടുകൂടി ജീവിച്ച് താൽക്കാലികമായ ഭൂമിലോകത്ത് വിരുന്നുകാരാകുന്ന നമ്മൾ വിട പറഞ്ഞ് ഖബർ ജീവിതവും ആഖിറ ജീവിതവും പുൽകേണ്ടവരാണ് നാമൊക്കെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചും നോമ്പിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചും നിസ്കാരം ഒഴിവാക്കിയാലുള്ള ശിക്ഷകളെ കുറിച്ചും എല്ലാം ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ കുറിച്ച് നാം പഠിച്ചവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നിരുന്നാലും പവിത്രമാർന്ന റമദാൻ മാസം നാമൊക്കെ പുരുഷന്മാരാകുന്ന എല്ലാവരും അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയും അള്ളാഹുവിന്റെ തൃപ്തി പരിപൂർണമായും കൈവരിക്കാൻ വേണ്ടി നാമൊക്കെ സദാ പള്ളിയിൽ ഇത്തികാഫിന്റെ മജ്ലിസിലായി ഖുർആൻ പാരായണത്തിലായി തറാവീഹ് നിസ്കാരം കൃത്യമായി ജമാഅത്തായി നിർവഹിച്ച് അതുപോലെ തന്നെ സ്വതക്കകളും ദാനധർമ്മങ്ങളും അങ്ങനെ തുടങ്ങി ധാരാളം സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം വന്നാൽ ഓരോരോ മുഅ്മിനിനെയും നിയന്ത്രിക്കാൻ വരുന്ന അള്ളാഹു നിശ്ചയിച്ചു വെച്ചൊരു മലക്കുണ്ട്. ആ മലക്ക് പവിത്രമാർന്ന റമദാൻ മാസം വന്നാൽ നമ്മുടെ ശരീരത്തോട് അടുത്തു നിന്ന് റമദാൻ മാസം വിട പറഞ്ഞ് ശവ്വാൽ മാസം പൊന്നമ്പിളി കാണലോടുകൂടി ആ മലക്ക് നമ്മിൽ നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് നാം ആ ഒരു മാസം സമർപ്പിച്ച നോമ്പുകളും നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളും ദിക്റുകളും ദാനധർമ്മങ്ങളും എത്രമാത്രം റമദാനെ അനുകൂലമാക്കിയിട്ടുണ്ട്, എത്രമാത്രം ആ റമദാനിന് വേണ്ടുവോളം ചെലവഴിച്ചിട്ടുണ്ട് എന്നൊക്കെ സാക്ഷ്യം വഹിച്ച മലക്ക് റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മെ സമർപ്പിക്കാൻ വേണ്ടി ചെല്ലും. അപ്പൊ അതൊക്കെ ആ മലക്ക് അനുകൂലമായി അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയുന്ന രീതിയിൽ റമദാന് വേണ്ടുവോളം സ്വീകരിക്കണം. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം നോമ്പനുഷ്ഠിച്ച, നമ്മോടൊപ്പം തറാവീഹ് നിസ്കരിച്ച, നമ്മോടൊപ്പം ഇഅ്തികാഫ് ജൽസയിലും സൽക്രമങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങളിലും സ്വലാത്ത് മജ്ലിസുകളിലും ഉറൂസ് മുബാറക്കിലും ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞ് നടഞ്ഞ പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. പലരും രോഗങ്ങൾ കടിമപ്പെട്ട്